ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ ഭയങ്കര തിരക്കും കാര്യങ്ങളും ടെൻഷനും ഒക്കെ പിടിച്ചൊരു ദിവസമാണ്. ഇവിടെ ഈ ഒരു സെക്ഷൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ പണികളൊക്കെ ഏതുവരെ ആയി എന്നൊക്കെ കാണിച്ചു തരാം. അതിന് മുമ്പ് ഒരു കാര്യം പറയണം. ഇന്ന് ഭയങ്കര ടെൻസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഒരു ദിവസമാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ നമ്മുടെ പഴയ വീട്ടിലേക്ക് പോവാണ്. ആഫ്റ്റർ ലോങ് ടൈം. അന്ന് വന്നതിന് ശേഷം പിന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടേ ഇല്ല, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷെ ഇനിയിപ്പോൾ ഞാൻ പോവാതെ എനിക്ക് വേറെ ഒരു വഴിയുമില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. എന്തിനാന്ന് വെച്ചാൽ എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സർട്ടിഫിക്കറ്റ്സ്, പിന്നെ പാസ്പോർട്ട്, പിന്നെ ബില്ലുകൾ, അതൊന്നും തന്നെ ഇവിടെ എവിടെയും തിരഞ്ഞിട്ട് കിട്ടിയില്ല. ഞാൻ എല്ലാം ഒരു ബാഗിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. അതെടുക്കാനും വേണ്ടിയിട്ട് പോവാണ്. പക്ഷെ എന്തോ എന്തോ ഹയാൻ പല്ലേക്ക് ഇല്ല. അപ്പോൾ ഇവിടുത്തെ പണികൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുട്ടികളെയൊക്കെ വിട്ടിട്ട് അതിനെ കരയിപ്പിച്ചിട്ടാണ് പോകാൻ നിൽക്കുന്നത്. നമ്മുടെ ഈ ഒരു സെക്ഷൻ ഈ അളവിന് ഹയാനെ ആ ലൈറ്റ് ഇടറാ, ആ സൈഡിലുള്ള ലൈറ്റ്, കൈ കടയാണ്. പണി ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് കാര്യങ്ങൾ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ പെയിൻറ്റിങ്ങിൻ്റെ പണി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഇപ്പോൾ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ചെറിയൊരു പോർഷൻ വന്നിട്ട് ലൈറ്റ് വെച്ചിട്ടുണ്ട്, പിന്നെ അപ്പുറത്ത് ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് നമ്മുടെ ചെറിയ മേക്കപ്പ് ഐറ്റംസ്, പൗഡർ യൂസ് ചെയ്യില്ല, അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, സ്പ്രേ, അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ചെറിയൊരു സെക്ഷനാണ്. പിന്നെ ഇവിടെ വന്നിട്ട് അവിടെ അയൺ ചെയ്യാനുള്ള ഒരു പ്രൊവിഷനെ നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എവിടെയെങ്കിലും ഒന്ന് അയൺ ചെയ്യാനുള്ള ഒരു ഭാഗം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒച്ച ഉണ്ടാക്കലടാ. അതുകൊണ്ട് ആ ലൈറ്റ് ഓഫ് ആക്കുക ബാത്റൂമിൻ്റെ. അതുകൊണ്ട് ഇവിടെ അതിനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ സുഖമായിട്ട് അയൺ ചെയ്യാം. എന്നിട്ട് അയൺ ബോക്സ് എടുത്തിട്ട് നമുക്ക് താഴെയും വെക്കാം. ആ ഒരു സെറ്റപ്പാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വന്നിട്ട് ഡോറുകൾ ഈ ഒരു സൈഡ്, ഇപ്പുറത്തെ ഈ ഒരു സൈഡ് മൊത്തത്തിൽ ഡ്രോയേഴ്സ്, അങ്ങനെ കാണിച്ചു തരാം. ഇത് ഫുള്ളായിട്ട് ഡ്രോയേഴ്സാണ് വരിക. അപ്പോൾ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ ബാത്റൂമിൻ്റെ അടുത്തായതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് ടവല് കാര്യങ്ങൾ, ബാത്റൂമിലേക്ക് വേണ്ട ഐറ്റംസൊക്കെ വെക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഇവിടെ ഈ ഒരു ഭാഗം വന്നിട്ട് ഹാങ് ചെയ്യുന്ന ടൈപ്പ് തുണികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് പെട്ടെന്നൊന്ന് ആയി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു വോള് ആണ് നമുക്ക് ആകെ ഇവിടെ വോള് ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരേ ഒരു ഭാഗം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് ഇൻസ്റ്റഗ്രാം വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്ന ആ ഒരു ടൈപ്പ് ഒരു എസ്തെറ്റിക് ലുക്കൊക്കെ വരുന്ന പോലെ എന്തെങ്കിലും ഇവിടെ ആക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. നല്ലൊരു വലിയൊരു മിററൊക്കെ സെറ്റ് ചെയ്യണം. പിന്നെ ഇപ്പുറത്ത് നമ്മുടെ പഴയ വീട്ടിലത്തെ ഒരു മിററുണ്ട്, അത് കട്ട് ചെയ്തിട്ട് ഈ ഒരു സെക്ഷനിൽ മിററാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ബാക്കി മിറർ ബാക്കി വരുന്നത് ഉള്ളിൽ ബാത്റൂമിലും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇപ്പോൾ ബെഡ്റൂം ആക്കുന്ന ആ ഒരു സംഭവം. പിന്നെ നമ്മുടെ ജനലുകൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ജനലാണ്. അപ്പോൾ അത് മേലെന്ന് താഴെ വരെ വരുന്ന കർട്ടൻസ് ഫുള്ളായിട്ട് ഇടാം. അപ്പോൾ മൊത്തത്തിൽ വീടിൻ്റെ ലുക്ക് അങ്ങോട്ട് മാറും. ഏത് കളർന്ന് വെച്ചാൽ പേസ്റ്റൽ ഷെയ്ഡ്സിൽ ഏതെങ്കിലും ഒരു ഷെയ്ഡ്, നിങ്ങൾ മാച്ചുള്ള ഷെയ്ഡിൽ ഇത് പറഞ്ഞാൽ മതി കേട്ടോ, ഏതാണ് സ്യൂട്ടാവുക എന്നുള്ള ഷെയ്ഡ്. ആ ഷെയ്ഡിലുള്ള കർട്ടൻ മേലെന്ന് താഴെ വരെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ എനിക്ക് ചെറിയൊരു സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇടയിൽ AC കണ്ടില്ലേ, AC ശരിക്കും ഈ വോളിലാണ് വരുന്നത്. പക്ഷേ പണിക്കാർ എനിക്കിട്ട് തന്ന പണിയാണ്. AC ഇല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിൽ തന്നെ നമുക്ക് കർട്ടൻ സെറ്റ് ചെയ്യായിരുന്നു. പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റണം. അപ്പോൾ ടോട്ടൽ റൂമിൻ്റെ ലുക്ക് എൻറ്റയർലി നല്ല അടിപൊളി സെറ്റപ്പ് ആവും. പിന്നെ ഹാളിൻ്റെ അവസ്ഥ, പിന്നെ ഇതാ നമ്മുടെ ഡൈനിങ് സ്പേസ് ആണ്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഈ ഒരു ക്രോക്കറി ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വന്നിട്ട് നമ്മുടെ കുറച്ച് അത്യാവശ്യം നല്ല ക്രോക്കറീസൊക്കെ ഇല്ലേ, നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്നത്, ഗ്ലാസ് അതുപോലെയുള്ള പാത്രങ്ങളൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഭാഗം ഓപ്പൺ ആണ് കേട്ടോ. ഈ ഒരു സെൻറ്റർ ഭാഗം ഓപ്പൺ ആണ്. ഇവിടെ പ്ലഗ് പോയിൻ്റ് കാര്യങ്ങളില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഓവൻ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചൂടാക്കി പെട്ടെന്ന് ടേബിളിലേക്ക് സെർവ് ചെയ്യുന്ന പോലെ നമുക്ക് ആക്കായിരുന്നു. പക്ഷേ അവിടെ പ്ലഗ് പോയിൻ്റ് ഇല്ലാത്തത് സങ്കടമായിപ്പോയി. പിന്നെ ഇതൊക്കെ ഗ്ലാസ്സാണ് വരിക, ഗ്ലാസ് ഇട്ട ഡോസാണ് വരിക. പിന്നെ താഴെ വന്നിട്ട് ഫുൾ കവേർഡ് ആയിട്ടുള്ളതും. അപ്പോൾ അവിടെ നമുക്ക് ബാക്കിയുള്ള ക്രോക്കറി ഐറ്റംസൊക്കെ
വയ്ക്കാൻ പറ്റുന്ന പോലെയാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു കിച്ചണിലേക്ക് പോകുന്ന ഈ ഒരു പാസേജ് നിങ്ങൾക്ക് ഡൈനിങ് ഹാൾ ആക്കിക്കൂടെ എന്നുള്ളത്. ഞാനത് ചിന്തിച്ചു. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം നമുക്ക് നമ്മുടെ അവിടുത്തെ ആ ഒരു വൈറ്റ് കിച്ചൺ പോലെ മോഡുലാർ കിച്ചൺ ഭാവിയിൽ എപ്പോഴെങ്കിലും ആക്കുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് അങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ്. അത് ബെഡ്റൂമായിട്ടല്ലേ യൂസ് ചെയ്യുന്നത്. തൽക്കാലം അവിടെ കട്ടിൽ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുട്ടികൾക്ക് കിടക്കാനുള്ള ഒരു സെറ്റപ്പ് ആക്കിയിരിക്കുകയാണ്. ഈ ഒരു വോളാണ് നമ്മൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് എൻ്റെ പഴയ വീട്ടിലത്തെ ഓപ്പൺ കിച്ചണായിട്ട് എനിക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് വന്നിട്ട് ഹാളും ഡൈനിങ്ങും കൂടെ വരുന്ന ആ ഒരു ഭാഗം ഒരു മിനി ഹോം ടൂറായി തോന്നുന്നു. പിന്നെ ഇപ്പുറത്ത് വേറൊരു ലിവിങ് സ്പേസ് ഉണ്ട് കേട്ടോ, അത് ഞാൻ പിന്നെ കാണിക്കാം. അപ്പോൾ ഇതുവരെയുള്ള വർക്ക് ഇങ്ങനെയൊക്കെയാണ് നടന്നിട്ട് ഇപ്പോൾ കറൻറ്റ് സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഉള്ളത്. ഇതാണ് നിങ്ങൾ പറഞ്ഞ ആ ഒരു ഡൈനിങ് ആക്കിക്കൂടെ എന്ന് ചോദിച്ച ആ ഒരു സ്പേസ്. അപ്പോൾ ഇത് കിച്ചണാക്കി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടുണ്ടാവും. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ കിച്ചൺ വർക്കിംഗ് കിച്ചൺ ഇതാ ഈ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. കണ്ടില്ലേ, നമ്മൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റവിൻ്റെ താഴെ നമുക്ക് ഗ്യാസ് വെക്കാനുള്ളൊരു സെറ്റപ്പില്ല. അത് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ്. കാരണം ഈ ഒരു കൗണ്ടർ ടോപ്പ് ഭയങ്കര ചെറുതാക്കിയിട്ടാണ് അവർ വാർത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ അടുപ്പിൻ്റെ സ്ഥാനം ഈ ഒരു ഭാഗത്തല്ല വരുന്നത്. ആക്ച്വലി ഇതിൻ്റെ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഫ്രിഡ്ജ് കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്ത് വെച്ചതിന് ശേഷം ഈ ഇപ്പുറത്ത് ചെറിയൊരു അടുപ്പ് സ്റ്റവ് വെക്കാനുള്ള ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് ഇനി കുക്ക് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയയിലാണ് ഇപ്പോൾ ഉള്ളത്. ബാക്കിയൊക്കെ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. താഴത്തെ ഡോറുകളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പെയിൻറ്റിങ് മാത്രം കഴിഞ്ഞാൽ മതി. അത്യാവശ്യം പരിപാടികളൊക്കെ ഈ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ചുച്ചു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ചുച്ചുക്ക് എൻ്റെ കൂടെ വരണം പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ബൈക്കിലാണ് പോകുന്നത്. എങ്ങനെ കൊണ്ടുപോകാനാണ്? പിന്നെ ഇതെവിടെ ഒരാൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ സാധനങ്ങൾ കുറേശ്ശെയായിട്ട് ഓരോരുത്തർക്ക് ഇന്ന് കൊണ്ട് കൊടുക്കണം. കുഞ്ഞു ശുചി കൊടുത്താ എന്തിനാണ്? നിങ്ങളുടെയൊക്കെ കുത്താനാണ്? ആ ശരി, കാണിച്ചതാ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനൊരു ഷോക്കേസിൻ്റെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കൊരു ഗ്ലാസ് തട്ടുകൾ 4 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചപ്പോൾ എനിക്ക് എൻ്റെ അവാർഡ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ളൊരു സ്പേസായി. ഇതുവരെ നമ്മുടെ വീട്ടിൽ അങ്ങനെ വെച്ചിട്ടൊന്നുമില്ല. സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ മറച്ചൊക്കെ വെക്കുക ചെയ്യുക. അപ്പോൾ ഏതായാലും സ്ഥലം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ 3 പ്ലേ ബട്ടൺ, ഇവിടെ ഈ പ്ലേ ബട്ടൺ വെക്കാൻ പറ്റില്ല, ഹൈറ്റ് കൂടിയതായതുകൊണ്ട്. അപ്പോൾ അത് വെച്ചു. പിന്നെ കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് പ്രമോഷൻ്റെ ഭാഗമായിട്ട് ഓരോ കുട്ടികൾ ചെയ്തെന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ശരിക്കും ഇതിങ്ങനെ ഓപ്പണാക്കി വെക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് നമ്മുടെ ഹെയ്സു ആണ് കേട്ടോ. ആ സമയത്ത് ഇച്ചിലി ബേബിക്ക് മാത്രമായിട്ട് അങ്ങനെ ഫോട്ടോ ഫ്രെയിം ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് 2-3 പെൺകുട്ടികൾ ചെയ്യാൻ ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇച്ചിലി ബേബിനെ പ്രസവിക്കുന്ന ആ ഒരു ടൈമിൽ അങ്ങനെ ചെയ്ത സംഭവങ്ങളാണ്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് ഒതുക്കി വെക്കാൻ വേണ്ടി വെക്കണമെന്നുള്ളൂ. ഫോട്ടോ നമുക്ക് ഇങ്ങനെ വെക്കാൻ പാടില്ല എന്നാണ്. എവിടെ കാണാനില്ല എന്ന് ചോദിച്ചവർക്ക് കാണിച്ചു തന്നു. പോരെ, ഫോട്ടോയിലുണ്ട്. ആരെയോ കാണാനില്ല എന്ന് ചോദിച്ചല്ലേ, കണ്ടില്ലേ, സമാധാനമായില്ലേ. ഇതെൻ്റെ ഇച്ചു ബേബി. ആരാണ് ഇച്ചു ബേബി? പിന്നെ ഇതുപോലെ കുറേ സാധനങ്ങളുണ്ട്. അതെല്ലാം വീട്ടിലൊക്കെയാണ്. വീട്ടിൽ എടുക്കാൻ പറ്റുന്നില്ല. വലിയ കുട്ടി അയക്കണു. ചുച്ചോടിന്ന് കരിയണ്. എന്താ ചുച്ചു ഇന്ന് ലൈക്ക് ഷെയർ ഒന്നും പറയുന്നില്ല? അതെന്താ പറയാത്തത്? ഓക്കെ, അപ്പോൾ അതൊക്കെ. പിന്നെ ഇപ്പുറത്തെ ഇവിടെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ എൻ്റെ ഫിംഗർ പ്രിൻറ്റ് ഞാൻ ഒട്ടിച്ചതാണ്. എനിക്ക് നല്ല ടെൻഷൻ ആവണു റന. അവിടെ ആ സാധനങ്ങളില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആകപ്പെടും. അറിയില്ല അമ്മ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ. ഞാൻ അങ്ങോട്ടേക്ക് ഇതേ ഇറങ്ങുകയാണ്. പറ്റുവാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം അല്ലേ. എന്തായോ എൻ്റെ വീട്, ഏതായോ സാധനങ്ങൾ പോയി എടുത്തിട്ട് പെട്ടെന്ന് വരണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാഹ് ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ലൈക്ക് പറയും, ലൈക്ക് ചെയ്യണം പറയും. എന്താ പൂച്ചേ? ലൈക്ക് ചെയ്യണം പറയും. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം പറയും. സബ്സ്ക്രൈബ് ചെയ്യണം പറയും. ഓക്കെ ബൈ. അസ്സലാമു അലൈക്കും പറയും. അസ്സലാമു അലൈക്കും. ശരി ഞാൻ പോട്ടെ എന്നാ. ടാറ്റാ ബൈ ബൈ ഷു. ടാറ്റ ഗൈസ്. ടാറ്റ. അയച്ചാ എന്താ അയച്ചാ ഇങ്ങനെ മൂഡ് ഓഫ്?